ഹായ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള സെൽഫ് പാറ്റേണിൽ വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. സിൽക്ക് ബേസ് ഫാബ്രിക് ആണ്. അതായത് ചന്തേരി വേരിയന്റ് ആണ്, മൽച്ചന്തേരി അല്ല, ചന്തേരി ബേസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുക. ഇത് കണ്ടോ, ഫുൾ ഇതിൽ വർക്കാണ്. സെൽഫ് കളറാണ്, ചെറിയ ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതുണ്ട്. ഇതൊക്കെ നല്ല പ്രീമിയം ആണ്. ഈ ഒരു കൈൻഡ് ഓഫ് പ്രീമിയം ചിക്കു ബേസ് ആയിട്ടുള്ള ഒരു കളർ ടോൺ ആണ്. ആൻഡ് ഇതുണ്ട്, ഇതൊരു ലെമനിഷ് ഗ്രീൻ, ഭയങ്കര ഒരു ഫാസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണിത്. അങ്ങനെ അധികം എല്ലാത്തിലും വരുമല്ലോ, ഒരു റയർ ആയിട്ട് നിൽക്കും. വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നേരിട്ട് കാണാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഷെയ്ഡാണ്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് കളർ ഇതുണ്ടോ, അതാണ് നല്ല ഹെവി വർക്കാണ് യൂസ് ചെയ്തത്. ഫുള്ളും സെൽഫ് പാറ്റേണിലാണ് ഇതല്ലേ. അതിൽ പൊട്ടി സീക്വൻസ് പോയിട്ടുണ്ട്. ഹെവി വർക്ക് ഇതുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതും ചന്തേരി ബേസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഷൈനിങ് ഒക്കെ ഉണ്ട്. പിന്നെ ടോപ്പിന്റെ താഴെ ഭാഗത്ത് ചെറിയൊരു ഇതുണ്ട്, ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിൽ നല്ല കളർ ഷെയ്ഡ്സ്, 4 ഷെയ്ഡ്സുകളാണ് കയ്യിലുള്ളത്. അപ്പം ഇങ്ങനെ വരും ടോപ്പ് വന്നിട്ട്. ദുപ്പട്ട ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയിറ്റ്. ഇത് കുറച്ചുകൂടി ഇരിക്കുന്ന ഒരു ഓർഗൻസാടെ ബേസ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയിൽ അതിൽ വന്നിട്ട് ഫുള്ളായിട്ട് വർക്കാണ്. ബട്ട് സ്റ്റിഫ് അല്ല, കണ്ടില്ലേ, സിമ്പിളായിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഒരു വേരിയൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുക, വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. ഇത് വെറൈറ്റി ആട്ടോ. ഇത് ചിക്കു അല്ല, ഒരു കൈൻഡ് ഓഫ് ചിക്കുവിൻ്റെയും വേണമെങ്കിൽ മിക്സ് എന്ന് പറയാം. ഒരു ക്യാമൽ ബേസ് ആയിട്ടുള്ള കളറാണ്. എന്നാൽ പക്ക ക്യാമൽ ഷെയ്ഡും അല്ല, എന്നാലും ഓൾമോസ്റ്റ് സിമിലാരിറ്റി. ഒരു നല്ലൊരു പ്രീമിയം ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന് ചെറിയൊരു 2 ടോൺ ഇഫക്റ്റും കൂടി ഉണ്ട്. എന്താ, നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സെറ്റ് പാറ്റേൺ, ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ് യൂസ് ചെയ്തേക്കുക. ബൂട്ടോ ഇന്നറും ഉണ്ട്. 1295, 1295 ആണ് പ്രൈസ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മസ്റ്റേർഡ് യെല്ലോയുടെ ടൈപ്പ് ഷെയ്ഡ് അല്ല, ഇത് വേറൊരു ടൈപ്പ് ഓഫ് യെല്ലോ ആണ്. മസ്റ്റേർഡ് വരുമ്പോൾ യെല്ലോ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുള്ളൂ. ഇതിനകത്ത് ഗ്രീൻ്റെ മിക്സ് ഉണ്ട്, എന്നാൽ യെല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ ഹൈലൈഷൻ ആണ് കൂടുതലും. നല്ല ഒരു ടൈപ്പ് ഓഫ് കളർ ഷെയ്ഡാണിത്. പെട്ടെന്ന് ഇങ്ങനെ നോട്ടീസബിൾ ആവുന്ന ഒരു യെല്ലോ വേരിയൻ്റ് ആണ്. അതും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു യെല്ലോ വേരിയൻ്റ് ആണ് യൂസ് ചെയ്തേക്കുക. ദുപ്പട്ടയിൽ വളരെ ഹെവി ആയിട്ട് വർക്ക് കൊണ്ടുണ്ട്. ബോത്ത് ബോർഡേഴ്സിലും ഹെവി വർക്ക്. പിന്നെ കണ്ടോ, ബാക്കി പോർഷൻസിലും എല്ലാം ഫുള്ളി വർക്കാണ്. ഇത് നല്ല ഒതുങ്ങിക്കിടക്കുന്ന, എന്നാൽ ഇങ്ങനെ ഒഴുകി പോകുന്ന ടൈപ്പ് ദുപ്പട്ടയല്ല, നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ദുപ്പട്ട, വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ. 1295 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഈ പീച്ചിൻ്റെയും പിങ്കിൻ്റെയും വേരിയൻസ് എപ്പം വന്നാലും അതും വീഡിയോയിൽ വരുമ്പോഴത്തേനും ഇച്ചിരി പേസ്റ്റിലായിട്ട് വരും. ഇത് നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാൾ ഒരു 3 സ്റ്റെപ്പ് കൊണ്ട് മുകളിൽ നിൽക്കുന്ന നല്ല കളർ ഷെയ്ഡാണ്. അതായത് പീച്ച് കൊണ്ട് പിങ്കിൻ്റെയും ബ്ലെൻഡാണ്. നല്ല ഫാസ്റ്റ് സെല്ലിംഗ് കളർ ഷെയ്ഡാണ്. ഇതിൽ എല്ലാ ഷെയ്ഡ്സും അതായത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ് ഓരോ കളേഴ്സും. ആ ഒരു ക്യാമൽ ബേസ് ആണെങ്കിലും ആ ഒരു യെല്ലോയിഷ് ഗ്രീൻ ആണെങ്കിലും അതൊക്കെ കുറച്ചുകൂടെ റയർ ആയിട്ട് നിൽക്കും. ഇതൊക്കെ പിന്നെ ഇച്ചിരി കൂടെ കുറച്ചെങ്കിലും കൂടുതൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഷെയ്ഡാണെങ്കിലും നല്ല ഫാസ്റ്റ് മൂവിങ് ആണ്. നമ്മൾ പെട്ടെന്ന് പോയി എടുക്കുന്ന, ഏത് ഷോപ്പിൽ പോയാലും ആദ്യമേ നമ്മുടെ കണ്ണിൽ പെടുന്ന ഒരു കളർ ഷെയ്ഡാണിത്. അപ്പോൾ ഇത്രയും കളേഴ്സ് വരുന്നുള്ളൂ. താങ്ക് യു.